ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെറും 1 GB റാമുള്ള ഫോണിലും വെറും 10 MB ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പബ്ജി കളിക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ കളിക്കുന്ന പബ്ജി ക്ലൗഡ് വെച്ചിട്ടാണ്. പബ്ജി ക്ലൗഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രാഫ്റ്റോണിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ട് അവർ റിലീസ് ചെയ്തിട്ടുള്ളൊരു ക്ലൗഡാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നും എന്താണ് ക്ലൗഡ് ഗെയിമിംഗ് എന്നും അതെങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടതെന്നും പിന്നെ ഇന്ത്യൻ സെർവറിൽ ഓൾറെഡി വന്നിട്ടില്ല, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇന്ത്യൻ സെർവറിൽ കളിക്കാമെന്നും എല്ലാ കാര്യങ്ങളും എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് കളിക്കേണ്ടത്, ഒരു അക്കൗണ്ട് എടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്താണ് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്ലൗഡ് ഗെയിമിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ GTA ഒക്കെ ഓൾറെഡി കുറേ പേര് ക്ലൗഡ് ഗെയിമിംഗ് കളിക്കുന്നുണ്ട്, അത് GTA 5 ഒക്കെ. അപ്പോൾ അതേ കണക്ക് ഇത് നമ്മുടെ പബ്ജി തന്നെ കൊണ്ടുവന്ന ക്ലൗഡ് ഗെയിമിംഗ് ആണ്. GTA എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കമ്പനികൾ ചെയ്യുന്ന ക്ലൗഡ് ഗെയിമിംഗ് ആണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രാഫ്റ്റോൺ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ക്ലൗഡ് ഗെയിമിംഗ് ആണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് വലിയ അതുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരാളുടെ സ്ട്രീമിങ് കാണുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ഗെയിമറിൻ്റെ യൂട്യൂബിലെ വീഡിയോ സ്ട്രീമിങ് കാണുന്നു, ലൈവ് സ്ട്രീമിങ്. പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനകത്തുള്ള നിങ്ങൾക്ക് പക്ഷേ ആ വീഡിയോ കൺട്രോൾ ചെയ്തിട്ട് വെടി വയ്ക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ പറ്റും. അതേ സംഭവം തന്നെ നമ്മളൊരു ക്ലൗഡ് ഗെയിമിലും നടക്കുന്നത്. ഒരു വീഡിയോ കണക്കത്തെ സംഭവം പ്ലേ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്തിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ നമ്മളെ ഡിവൈസിൽ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമൊന്നും തന്നെ വരുന്നില്ല ഈ ഒരു ആപ്ലിക്കേഷൻ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് 1 GB റാമുള്ള ഫോണിൽ കളിക്കാൻ പറ്റും, നല്ല രീതിക്ക് തന്നെ ലാഗില്ലാതെ കളിക്കാൻ പറ്റും. പിന്നെ ഗ്രാഫിക് ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. കുറച്ചധികം നെറ്റ് പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പിടിക്കും, പക്ഷേ നമുക്ക് 1 GB റാമുള്ള ഫോണിലും സപ്പോർട്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വൈഫൈ ഒക്കെ ഉള്ളവർക്ക് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് തന്നെ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 4G ഡേറ്റ അല്ലെങ്കിൽ 5G ഉള്ളവർക്ക് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കളിക്കാൻ പറ്റും. ഞാൻ ഒരു 5G നെറ്റ് വെച്ചിട്ടാണ് ഇത് കളിച്ച് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ചോദിക്കും ഫുൾ വെർഷൻ ഡൗൺലോഡ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കും. അതിനുശേഷം അവരുടെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നേരെ ക്രാഫ്റ്റോണിൽ കാണിച്ചിട്ട് നേരെ ലോഡിംഗ് സ്ക്രീനിലേക്ക് പോകും. ബാറ്റിൽ ഗ്രൗണ്ടിൻ്റെ എന്നും എല്ലാം കാണിച്ച് നമ്മുടെ നോർമലി ഓപ്പൺ ആയി വരുന്ന കണക്ക് തന്നെ വരും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് എടുക്കാനായിട്ട് ഗൂഗിൾ ഗസ്റ്റ് ചോദിക്കും. ഞാനിപ്പോൾ ഗസ്റ്റ് എടുത്തേക്കുന്നത്, ഗൂഗിൾ സപ്പോർട്ട് ആവുമെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ എന്തായാലും ഗസ്റ്റ് ഇട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഞാൻ ടെസ്റ്റർ എന്ന നെയിം കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറും സ്കിൻ ടോണും എല്ലാം കളക്ട് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഞാൻ ലാസ്റ്റ് പറയാം അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ നേരെ ചാടിക്കാർ ഡൗൺലോഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, APK ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു VPN ആവശ്യമുണ്ട്, അത് ഏത് VPN ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും, ഞാൻ എൻ്റെ മൊബൈൽ ഡേറ്റിലാണ് കളിക്കുന്നത്. ഓക്കെ, ഈ ഗ്രാഫിക്സ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റി ഉണ്ട്, ലാഗ് കാര്യങ്ങളൊന്നും എനിക്ക് വരുന്നില്ല. അത് ഞാൻ എൻ്റെ ഫോണെന്ന് വെച്ചാൽ ഒരു 6GB ഡിവൈസാണ്. അപ്പോൾ ഒരു 1GB ഡിവൈസിൻ്റെ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ചാൽ 1GB ഡിവൈസിൽ നമുക്കിത് കളിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ VPN ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന ടൈമിൽ എനിക്ക് വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതുമില്ല. പിന്നെ നമുക്ക് നെറ്റിന് അനുസരിച്ചായിരിക്കും ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡുള്ള നെറ്റാണെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ ഇത് നെറ്റ് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 1 മണിക്കൂറൊക്കെ കളിക്കുമ്പോൾ ഒരു 250-300 MB ഒക്കെ പിടിച്ചെന്നിരിക്കും. അപ്പോൾ നെറ്റ് അത്യാവശ്യം നന്നായിട്ട് പിടിക്കും, എന്നാലും വലിയതായിട്ട് പിടിക്കില്ല. നിങ്ങളൊരു 720p നിങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടാൽ എങ്ങനെ പിടിക്കുക ആ ഒരു റേഞ്ചിലൊക്കെ പിടിക്കും, അത്രേ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു APK നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, പ്ലേ സ്റ്റോറിൽ ചെല്ലുക, മലേഷ്യൻ VPN എന്ന് കാണും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് കണക്റ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും, ജസ്റ്റ് ഒന്ന് കണക്റ്റ് കൊടുക്കുക. അതിനുശേഷം നേരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഞാൻ തന്ന APK ഫയൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ കൊടുത്താൽ മാത്രം മതി. ഒരു വട്ടം നിങ്ങൾ കയറുന്ന ടൈമിൽ നിങ്ങൾ കണക്റ്റ് ചെയ്തിട്ട് വേണം കയറാനായിട്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലാത്ത ടൈമിൽ പറയും നിങ്ങളുടെ റീജിയണിലെ ഈ ഒരു ഗെയിം വർക്കിംഗ് അല്ലെന്ന് പറയും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ട, ലിങ്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം. എന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ആരോ കാണിക്കുന്നുണ്ടെങ്കിൽ ആഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക. എന്നിട്ട് നേരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ഒരു വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. ചിലപ്പം കണ്ടിന്യൂ മാത്രമേ വരത്തുള്ളൂ, അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുക. ഇതാണെങ്കിൽ നിങ്ങളൊരു 3 വട്ടം
3 പേജിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സെയിം ഇതേ കണക്ക് തന്നെ ആഡ്സ് വരും 2 സൈഡിലായിട്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതിനകത്ത് ഒരു 2 പേജാണ് നിങ്ങൾ പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊന്നുമില്ല, നിങ്ങൾക്ക് 1 മിനിറ്റ് എടുക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡായി കിട്ടും ഈ ഒരു പേജിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആ ഒരു താമസം മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ഒരു ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം ഇങ്ങനെ 3 പേജ് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ആ ഒരു ഗെറ്റ് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ചെന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് ജനറേറ്റ് ഫ്രീ ഡൗൺലോഡ് നിങ്ങൾ കാണും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനായിട്ട് വരും. 5 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇവിടെ ലിങ്ക് ജനറേറ്റഡ് എന്ന് വരും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾ നേരെ അടുത്ത പേജിലേക്ക് പോകും. നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ഞാൻ കാണും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഫയൽ ഡൗൺലോഡ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായി ബൈ ഗൈസ്.